നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി. ആ ഹർജിയിൽ ഹൈക്കോടതി വിധി നാളെ. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഹർജി പരിഗണിച്ചത്. നാളെ 10:15 വിധി പറയും. നരഹത്യയടക്കം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഹർജിക്കാരി ഉന്നയിച്ചിരിക്കുന്നത്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBIയും CBI അന്വേഷണം ആവശ്യമില്ല എന്ന് സർക്കാരും നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആരുടെ നിലപാടിനൊപ്പം ഹൈക്കോടതി നിൽക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം, ഏവരും ഉറ്റുനോക്കുന്നത്. അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ CBI അന്വേഷണം ആവശ്യമുള്ളൂ എന്നായിരുന്നു ഹൈക്കോടതി നിരീക്ഷണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെയും വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം വാദങ്ങൾ നിരത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ജില്ലാ കളക്ടറോട് കുടുംബം ആവശ്യപ്പെട്ടു. പക്ഷേ അവരുടെ ആവശ്യം പരിഗണിച്ചില്ല. ആ മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി. കഴുത്തിൽ പാടുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ പാടുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല. വിവരാവകാശ അപേക്ഷകൾക്ക് സർക്കാർ മറുപടി നൽകിയിട്ടില്ല. നിലവിലെ അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ മറ്റൊരു ഏജൻസി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത്. പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണമാകും നടക്കുക. ഭരണകക്ഷി അംഗം കൂടി പ്രതിയായ കേസിൽ സുതാര്യമായ അന്വേഷണം ഉറപ്പുവരുത്തണം എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് കുടുംബം ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അന്വേഷണം നടക്കുമ്പോൾ തന്നെ പുതിയ സ്ഥാനത്തേക്ക് പ്രതിയായ PP ദിവ്യയെ നിയമിക്കുകയുണ്ടായി. ഇതിന്റെ അർത്ഥം പ്രതിയെ സർക്കാർ സംരക്ഷിക്കുമെന്ന് തന്നെയാണെന്നും കുടുംബം ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ഇപ്പോൾ അന്വേഷണം നല്ല രീതിയിലാണ് നടക്കുന്നത്. കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കും. മാത്രമല്ല CBIയുടെ അന്വേഷണം ഇപ്പോൾ ആവശ്യമില്ല. കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസി ഈ ഒരു അന്വേഷണം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നും പോലീസിന്റെ അന്വേഷണം, നിലവിലെ അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള ഒരു നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBIയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ അറിയാം CBI എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം. ഹൈക്കോടതി നാളെ ഉത്തരവ് പുറപ്പെടുവിക്കും. അതേസമയം ADM കെ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഈയിടയ്ക്കാണ് പുറത്തുവന്നത്. മൊഴിക്കപ്പുറം തെളിവ് ഹാജരാക്കാൻ പരാതിക്കാരനായ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തിന് കഴിഞ്ഞില്ല. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റേതാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം മേലധികാരികൾക്ക് കൈമാറും. മാത്രമല്ല പ്രശാന്ത് സ്വർണം പണയം വെച്ചത് മുതൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ടെന്ന സൂചന റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പ്രശാന്ത് ക്വാർട്ടേഴ്സിന് സമീപത്ത് എത്തിയ ശേഷം എന്തുണ്ടായി എന്നതിന് തെളിവില്ല. ഒക്ടോബർ 5 സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് വിജിലൻസിന് കൈമാറി. 6 പ്രശാന്ത് നവീനും 4 തവണ ഫോണിൽ സംസാരിച്ചു. ഇതിനൊടുവിൽ പ്രശാന്ത് നവീനുമായി കൂടിക്കാഴ്ച നടത്തി. ഒക്ടോബർ 8 പെട്രോൾ പമ്പിന് NOC കിട്ടി. കൈക്കൂലി കൊടുത്തെന്ന കാര്യം 10 പ്രശാന്തിന്റെ ബന്ധു കണ്ണൂർ വിജിലൻസ് DYSP അറിയിച്ചു. ഒക്ടോബർ 14 വിജിലൻസ് CI പ്രശാന്തിന്റെ മൊഴിയെടുത്ത് അന്ന് തന്നെ DYSPക്ക് റിപ്പോർട്ട് നൽകി. അന്ന് വൈകിട്ടായിരുന്നു നവീന്റെ യാത്രയയപ്പ് യോഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ വിവാദ പ്രസംഗവും. പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ അറിഞ്ഞിരുന്നില്ല. പിറ്റേന്നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അനുമതി വൈകിപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. പെട്രോൾ പമ്പിന് നവീൻ അനുമതി വൈകിപ്പിച്ചെന്ന ആരോപണത്തിനടക്കം തെളിവില്ലെന്നും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.